നമസ്കാരം. ഇന്ന് കർക്കിടക മാസം തുടങ്ങുകയാണ് രാമായണ മാസം. രാമായണ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവിധമായ ദുരിതങ്ങളും 11ാമത്തെ മാസത്തിൽ മാറി ജനങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിട്ടാണ് ജനങ്ങൾ രാമായണ കാലത്തെ അല്ലെങ്കിൽ കർക്കിടക മാസത്തെ വറുതിയെ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഒരു പുതുപുത്തൻ വർഷത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ചിങ്ങമാസം തുടങ്ങും. ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങുന്നതിന് വേണ്ടിയും ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടിയും രാമൻ്റെയും സീതയുടെയും അനുഗ്രഹം ജനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയും ആണ് ഈ കർക്കിടക മാസം 1-ാം തീയതി മുതൽ കർക്കിടകം തീരുന്നത് വരെ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്. വൈകിട്ട് രാമായണം ചൊല്ലുന്നത്, പാരായണം ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ രാമായണം പാരായണവും അതിൻ്റെ അർത്ഥവ്യാഖ്യാനവും ഉണ്ടായിരിക്കും. അതില്ലാത്തിടങ്ങളിൽ വീടുകളിൽ ഇന്നും മുത്തശ്ശിമാരും അമ്മമാരും മുതിർന്ന ആളുകളും വിളക്ക് കൊളുത്തി നിറദൈവത്തിന് മുമ്പിൽ രാമായണം ആലപിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കർക്കിടക മാസം എന്ന് പറയുന്നത് കള്ളക്കർക്കിടകം എന്നാണ് മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കള്ളക്കർക്കിടകം തന്നെയാണ്. കാറും കോളും വല്ലാത്ത കാറ്റും അവിചാരിതമായിട്ടുള്ള മഴയും ഒക്കെ കൊണ്ട് ദുരിതമയമായിട്ടുള്ളൊരു കാലമാണ്. ആ സമയത്ത് പാടങ്ങൾ ഏകദേശം അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങളിൽ ഏകദേശം വിളവെടുക്കാനായി നിൽക്കുകയാണ്. വിളവെടുപ്പിനുള്ള അടുത്ത മാസം വിളവെടുക്കും. അങ്ങനെയാണ് ചിങ്ങപ്പൂത്തരിയും ചിങ്ങക്കൊയ്ത്തും ഒക്കെ വരുന്നത്. ചിങ്ങക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത് എന്നൊക്കെ പറഞ്ഞ് 2 പ്രധാനപ്പെട്ട കൊയ്ത്തുകൾ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. ഇന്ന് അത് ഏകദേശം കുറ്റിയേറ്റ നിലയിലായിത്തീർന്നു. മലയാളികൾ ഈ വിളക്ക് കൊളുത്തി രാമായണം ചൊല്ലുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവിധമായിട്ടുള്ള ആധിവ്യാധികൾ, അതായത് 3 തരത്തിലുള്ള ആധികൾ മനുഷ്യനെ ബാധിക്കുന്നുണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ആധ്യാത്മികം, ആധിദൈവികം, ആദിഭൗതികം, ഇങ്ങനെ 3 തരത്തിലുള്ള വ്യാധികൾ മനുഷ്യനെ നിരന്തരം ബാധിച്ചു കൊണ്ടിരിക്കുന്നു. ആ ബാധകളെല്ലാം ഒഴിഞ്ഞ് ഒരു പുതു വർഷത്തിൻ്റെ സുപ്രഭാതത്തിലേക്ക് തങ്ങളെ എത്തിക്കണം. ആ വർഷം മുഴുവനും തങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകണം എന്ന് ഉള്ള ഒരു പ്രാർത്ഥന കൂടി ഈ രാമായണ മാസ ആചരണത്തിൻ്റെ പിന്നിലുണ്ട്. മലയാളത്തിൽ ഇന്ന് പ്രസിദ്ധമായിട്ടുള്ള 4 രാമായണങ്ങളാണ് ഉള്ളത്. അതിൽ 2 രാമായണങ്ങൾ ആരും വായിക്കാറില്ല. അതിൻ്റെ കാരണം ആദ്യത്തേത് തമിഴ് കലർന്ന കടുകട്ടി രാമായണമാണ്. രാമചരിതം എന്നാണ് അതിൻ്റെ പേര്. രണ്ടാമത് കണ്ണശന്മാർ എഴുതിയിട്ടുള്ള, കണ്ണശ കവികളിൽ ഒരാൾ എഴുതിയിട്ടുള്ള കണ്ണശ രാമായണം. 3 കോവളം കവികൾ എഴുതിയിട്ടുള്ള അയ്യമ്പിള്ളി ആശാൻ്റെ രാമായണം. 4-ാമത്തേതാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഇതിൻ്റെ എല്ലാം ആധാരം ആദി കവിയായ വാൽമീകിയുടെ രാമായണമാണെങ്കിലും എഴുത്തച്ഛൻ്റെ രാമായണത്തിന് ഒരു പ്രത്യേകതയും ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കണ്ണശ രാമായണവും അയ്യമ്പള്ളി ആശാൻ്റെ രാമായണവും ജനങ്ങൾ വായിക്കുന്നില്ല. കോവളത്തുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ കുറച്ച് പേര് മാത്രമാണ് അയ്യമ്പള്ളി ആശാൻ്റെ രാമായണം വായിക്കുന്നത്. ആ തലമുറ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അവിടെയുള്ള വല്യമ്മമാർ ഇപ്പോഴും വായിക്കുന്നു. ബാക്കി കേരളത്തിൽ ഉടനീളം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് പാടി വരുന്നത്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ വ്യാധികളും ഒഴിവാകണം. മാത്രമല്ല, രാമായണം അവസാനിക്കുന്ന സമയത്ത് രാമൻ്റെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ദുർഗന്ധ പുഷ്പങ്ങൾ പോലും രാമൻ ഭരിക്കുന്ന കാലത്ത് സുഗന്ധ പുഷ്പങ്ങളായി മാറി എന്ന് എഴുത്തച്ഛൻ പ്രത്യേകം പറഞ്ഞു. പരസ്ത്രീകളെ പിണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവമായി നോക്കുന്ന മനോഭാവമായിരുന്നു അന്നത്തെ കാലത്തെ പുരുഷന്മാർക്കുള്ളത്. സ്ത്രീകൾ അവരവരുടെ പാതിവൃത്യങ്ങൾ കാത്തു സൂക്ഷിച്ചും ബാക്കിയുള്ളവർ അവരവരുടെ തൊഴിലുകൾ ചെയ്തും ധർമ്മനിരതരായി കഴിഞ്ഞ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലും കൂടിയാണ് കർക്കിടക മാസത്തിലെ ഈ രാമായണ മാസ ആചരണത്തിനുള്ളത്. എഴുത്തച്ഛൻ്റെ ഈ അധ്യാത്മരാമായണത്തിലേക്ക് ഞാൻ എത്തിയിട്ട് 55 വർഷമായി. ഇതൊരു ആമുഖമായിട്ട് പറയുകയാണ്. എല്ലാ ദിവസവും രാമായണത്തെ സംബന്ധിച്ചിടത്തോളം
ഇതുപോലെയുള്ള സംപ്രേഷണങ്ങൾ ഉണ്ടാകുന്നതാണ്. രാമായണത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടത് 55 വർഷമായിരിക്കുന്നു. എനിക്കിപ്പോൾ 75 വയസ്സായി. അപ്പോഴൊരു യുവാവാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ രാമായണം വായിച്ചു തുടങ്ങി. അങ്ങനെ ഇതിപ്പം 60ാമത്തെ പ്രാവശ്യമാണ് ഞാൻ രാമായണം വായിക്കാൻ പോകുന്നത്. ഈ രാമായണത്തിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ അച്ഛൻ മഹാസംസ്കൃത പണ്ഡിതനായിരുന്ന ശാസ്ത്രി സാർ എന്ന് എൻ്റെ നാട്ടുകാർ വിളിക്കുന്ന അദ്ദേഹമാണ്. അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഞാൻ രാമായണം വായിച്ചു വരും. ഈ രാമായണം എഴുത്തച്ഛൻ എഴുതിയതിൻ്റെ പേര് തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അധ്യാത്മരാമായണം, അധ്യാത്മം എന്ന് പറയുന്നത് ആത്മീയതയുമായിട്ട്, നമ്മുടെ ഭാരതീയ സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ആധ്യാത്മികത, അധ്യാത്മം എന്നൊക്കെ പറയുന്നു. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഉടനീളം ആധ്യാത്മിക ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രാമനെ വാൽമീകി 6 സ്ഥലത്ത് വളരെ നേരിയ തോതിൽ സുതാര്യമല്ലാത്ത രീതിയിൽ രാമനെ അവതാരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെയും രാമനെ ഒരു ആദർശ പുരുഷനായ, ഒരു ധീരനായ, സത്യവും ധർമ്മവും നിലനിർത്തുന്നതിന് വേണ്ടി പോരാടിയ, അതിനുവേണ്ടി അത് ചെയ്ത് ജയിച്ച ഒരു രാജാവായിട്ട് ആണ് വാൽമീകി രാമനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ 1 or 2 സ്ഥലത്ത് മാത്രമാണ് വാൽമീകി രാമനെ ഒരു അവതാരമായിട്ട് വിശേഷിപ്പിക്കുന്നത്. എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ ആദ്യന്തം ഉടനീളം രാമനെ ഒരു അവതാരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ആ രാമനാമ ജപത്തിലൂടെ സായുജ്യം ലഭിക്കാൻ എല്ലാവർക്കും അർഹതയുണ്ടെന്ന്. അത് മോഷ്ടാവാകട്ടെ, മദ്യപാനിയാകട്ടെ, പിതൃഘാതകനാകട്ടെ, ഗുരുനിന്ദ ചെയ്യുന്നവനാകട്ടെ, ഏത് പാപം ചെയ്യുന്നവനും രാമനാമം നിരന്തരം സ്മരിച്ചു കഴിഞ്ഞാൽ അവന് മോക്ഷപ്രാപ്തി കിട്ടുമെന്ന് എഴുത്തച്ഛൻ അസന്നിഗ്ധമായി നമ്മളോട് പ്രഖ്യാപിക്കുന്നു, നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നു.